ഇന്നത്തെ സ്റ്റഡി വ്ലോഗ് തുടങ്ങുമ്പോൾ തന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ 1.5K ക്രോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ടാണുള്ളത്. അപ്പം എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു 1.5K എനിക്ക് നേരത്തെ ഹിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താ, എൻ്റെ 10ാം ക്ലാസ് തീരുന്നതിന് മുമ്പ് അത് 1.5K ആവണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ കുഴപ്പമില്ല, +1 ഒരു പകുതിയായ സമയത്ത് നമ്മൾ എന്തായാലും ആ ഒരു കാര്യം കഴിഞ്ഞിട്ടുണ്ട്. ഇനി 2K ആവണം. സത്യം പറയുകയാണെങ്കിൽ ഞാൻ വിചാരിച്ചു 2-3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഇത് ആവാൻ പോകുന്നതെന്ന്. കാരണം സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് സ്ലോയിലായിരുന്നു ഫസ്റ്റ് ഇങ്ങനെ അങ്ങനെ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്നലത്തെ ഒരു ദിവസവും പിന്നെ ഇന്നും കൂടെ അത്യാവശ്യം നല്ലപോലെ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് 1.5K ആയത്. അപ്പോൾ ഇവിടെ ഏതായാലും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അക്കൗണ്ടൻസി ആണ്. അക്കൗണ്ടൻസിയുടെ തിയറി പോർഷൻ എങ്ങനെയും കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത്ര അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അത്യാവശ്യമൊക്കെ ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ രാവിലെ ഇരുന്നിട്ട് IP ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് അക്കൗണ്ടൻസി എടുത്തത്. IP ഞാൻ പഠിച്ചതൊന്നും റെക്കോർഡ് ചെയ്തില്ല. എന്തോ എനിക്ക് റെക്കോർഡ് ചെയ്യാൻ തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും നിങ്ങളെ കാണിക്കുന്നില്ല. IP ഞാൻ റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പഠിച്ച പൈത്തൺ തന്നെ റിവൈസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഞാൻ അക്കൗണ്ടൻസി എടുത്തിട്ടുണ്ടായിരുന്നത്. അക്കൗണ്ടൻസി വലിയ കുഴപ്പമില്ല. ഈ തിയറി പോർഷനൊന്നും വലിയ സീനില്ലാത്ത കാര്യമൊക്കെയാണ്. നമുക്കൊന്ന് മനസ്സിലാക്കി എടുക്കുകയാണെങ്കിൽ അക്കൗണ്ടൻസി അത്യാവശ്യം ഈസിയാണ്. പക്ഷെ പ്രോബ്ലംസ് കുറേ നേരം എടുത്തിട്ട് സോൾവ് ചെയ്യേണ്ടി വരും. എനിക്കാണെങ്കിൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ കുറേ ടൈം എടുത്തിട്ട് ഞാൻ സോൾവ് ചെയ്യുന്നത്. എക്സാമിൻ്റെ സമയത്ത് അത്രയും ടൈമൊന്നും എടുത്തില്ല, പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ വീട്ടിലിരുന്ന് പഠിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഭയങ്കര ടൈം എടുത്ത് ഭയങ്കര സ്ലോ ആയിട്ടൊക്കെയാണ്, ഭയങ്കര എന്താ പറയുക, ഒരു 20 മിനിറ്റ് ഒക്കെ എടുത്തിട്ടൊക്കെ ഞാൻ സോൾവ് ചെയ്ത പ്രോബ്ലംസ് ഉണ്ട് അക്കൗണ്ടിങ് ഇക്വേഷൻ. അത് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് 20 മിനിറ്റ് ഒക്കെ എടുത്ത് ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പം അത്രയും സമയം എടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. കുറച്ചും കൂടെ സ്പീഡപ്പ് ആക്കേണ്ടതാണ്, അല്ലെങ്കിൽ എനിക്ക് എക്സാമിന് പണി കിട്ടും. കാരണം 6 മാർക്കിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം ആകെ ഒരൊറ്റ ക്വസ്റ്റ്യൻ വന്നുള്ളൂ 6 മാർക്കിന്. പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെ ആയിരിക്കില്ലല്ലോ. ഞങ്ങൾക്ക് 6 മാർക്കിന് അത്യാവശ്യം വേറെയും കുറേ ക്വസ്റ്റ്യൻസ് വരാനുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് അത്രയും സ്പീഡിന് ചെയ്തു തീർക്കാൻ പറ്റുന്നതിലും കാര്യമുണ്ട്. ടൈം മാനേജ്മെന്റ് എനിക്ക് നോക്കേണ്ട ഒരു കാര്യമാണ്. എനിക്ക് ഒരു പ്രാവശ്യം പണി കിട്ടിയിട്ടുള്ളതാണ് ടൈം മാനേജ്മെന്റ് പ്രോപ്പറായിട്ട് ചെയ്യാണ്ട്. അതെൻ്റെ കഴിഞ്ഞ വർഷത്തെ സോഷ്യൽ സയൻസ് എക്സാമിനായിരുന്നു. അത് ഞാൻ കഴിഞ്ഞ വർഷം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് എനിക്ക് ഇനി ഒരു എക്സാമിന് പറ്റരുതെന്നാണ് എനിക്ക് ആഗ്രഹം. കാരണം അത്രയും വലിയൊരു മിസ്റ്റേക്കാണ് എനിക്ക് ആ സമയത്ത് പറ്റിയിട്ടുണ്ടായിരുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവസാനത്തെ ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ എഴുതാണ്ട് വന്നു. ആൻഡ് പിന്നെ കുഴപ്പമില്ല എന്ന രീതിയിൽ ഞാൻ വന്നു. പക്ഷെ എൻ്റെ മാർക്ക് കിട്ടിയപ്പോൾ എനിക്ക് 35 മാർക്ക് ഉണ്ടായിരുന്നു. എനിക്ക് സങ്കടം വന്നിട്ടായിരുന്നു. കാരണം ഞാൻ എഴുതാണ്ട് പോയ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എനിക്ക് അറിയാവുന്നതായിരുന്നു. ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു അത്. കാരണം ഞങ്ങളുടെ മന്ത്ലി ആയിരുന്നു. പിന്നെ മന്ത്ലിക്ക് അധികം പോർഷൻസ് ഉണ്ടായിരുന്നില്ല. ആകെ 2 ചാപ്റ്റർ കൂടെ ഉണ്ടായിരുന്നു. 2 ചാപ്റ്റർ ആണെങ്കിൽ ഭയങ്കര എളുപ്പമുള്ള ചാപ്റ്റർ. നിങ്ങളിപ്പോൾ 10th നിങ്ങൾക്ക് അറിയായിരിക്കും. ഫസ്റ്റ് 2 ചാപ്റ്റർ പൊളിറ്റിക്സിൻ്റെ അത് ഭയങ്കര എളുപ്പമുള്ള ചാപ്റ്റർ. അപ്പം എനിക്കാണെങ്കിൽ മൊത്തം അറിയാം അത്. എനിക്കത് എഴുതാൻ പറ്റാത്തതിന് എനിക്ക് ഇപ്പോഴും കുറ്റബോധമുണ്ട്. കാരണം നമുക്ക് 40 ഔട്ട് ഓഫ് 40 എനിക്ക് ആ സമയത്ത് കിട്ടിയേനെ. അപ്പം ആ ഒരു ഇതുള്ളതുകൊണ്ട് തന്നെ ഞാൻ ടൈം മാനേജ്മെന്റ് ആ സമയം തൊട്ടേ ഫോളോ ചെയ്യുന്നുണ്ട് പ്രോപ്പറായിട്ട്. എത്രയും പെട്ടെന്ന് തന്നെ എക്സാം എത്ര പെട്ടെന്ന് എഴുതി തീർക്കാൻ പറ്റും അത്രയും പെട്ടെന്ന് എഴുതി തീർക്കാനാണ് നോക്കുന്നത്. ആ ഒരു ഇൻസിഡന്റിന് ശേഷം പിന്നെ വരുന്ന എല്ലാ എക്സാംസിനും ഫസ്റ്റ് എപ്പോഴും എഴുതി തീർന്നത് ഞാനായിരിക്കും. മിക്കപ്പോഴും ഞാൻ തന്നെ ആയിരിക്കും ഫസ്റ്റ് എഴുതി തീർക്കുന്നത്. എനിക്ക് ആ ഒരു പേടി ഇതുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ ഏതായാലും അത്രയുള്ള വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.